നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പ്രശാന്ത്. മറ്റൊരു ടെക് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നല്ല ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള, നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സുകളും അതിനെ എങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലിപ്പ് ബുക്ക് ആക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്ത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് എന്റെ ഈ വീഡിയോയിൽ നിന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ ടീച്ചേഴ്സിനും കൂട്ടുകാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരമുള്ള ഒരു വീഡിയോയാണ്. അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഫ്ലിപ്പ് ബുക്ക്. എന്താണ് ഫ്ലിപ്പ് ബുക്ക്? ഫ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പേജ് മറച്ചു നോക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ കമ്പ്യൂട്ടറുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫ്ലിപ്പ് ബുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടി ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്താം. യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള ഒരു വേർഡ് ഫയലിനെയോ അല്ലെങ്കിൽ പവർ പോയിന്റിനെയോ അല്ലെങ്കിൽ ഒരു PDF-നെയോ ആണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഒരു ഫ്ലിപ്പ് ബുക്ക് ആക്കി മാറ്റുന്നത്. യഥാർത്ഥത്തിൽ വളരെ എന്താ പറയുക, ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സും അഡീഷണൽ ലിങ്കുകളായിട്ടുള്ള യൂട്യൂബിന്റെയോ അല്ലെങ്കിൽ ഒരു PDF-ന്റെയോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷന്റെയോ ഗൂഗിളിലുള്ള ലിങ്കുകൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന ഒരു ഇന്ററാക്റ്റീവ് ടൂളാണ് ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ടൂൾ ഉണ്ടാക്കിയെടുക്കുന്നതിന്, നല്ല കളർഫുൾ ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒത്തിരി ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ചിലത് ഫ്രീ ആണ്, ചിലത് നമ്മൾ കാശ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ HTML അല്ലെങ്കിൽ അതുപോലെ തന്നെ HTML ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പിക്ചറിനെയോ എക്സൽ ഫയലിനെയോ വേർഡ് ഫയലിനെയോ പവർ പോയിന്റിനെയോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ഒരു ഫ്ലിപ്പ് ബുക്ക് ആക്കി മാറ്റാൻ പറ്റും. ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ മൗസിന്റെ കഴ്സർ ഉപയോഗിച്ചുകൊണ്ട്, പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് HTML എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ സെക്കൻഡ്സിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഒരു ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നമുക്ക് നമ്മുടെ മൗസിന്റെ സഹായത്തോടുകൂടി ഓരോ പേജും ഓപ്പൺ ചെയ്ത് അതിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന നല്ലൊരു ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ പുസ്തകത്തിലുള്ളതിനെക്കാളും കൂടുതൽ കളർഫുൾ ആയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഈ HTML, ഫ്ലിപ്പ് സ്നാക്ക്, ഫ്ലിപ്പിംഗ് ബുക്ക്, അങ്ങനെയുള്ള കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഫ്ലിപ്പ് PDF കോർപ്പറേറ്റ് എഡിഷൻ. ഫ്ലിപ്പ് PDF കോർപ്പറേറ്റ് എഡിഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം, നമ്മളുടെ ഗൂഗിളിൽ പോയിട്ട് ആപ്ലിക്കേഷന്റെ പേര് ടൈപ്പ് ചെയ്യുക, ഫ്ലിപ്പ് PDF കോർപ്പറേറ്റ് എഡിഷൻ. സോ ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതും അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓർത്തിരിക്കേണ്ട, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ആ ഒരു പേര് ഫ്ലിപ്പ് PDF കോർപ്പറേറ്റ് എഡിഷൻ എന്ന് പറയുന്ന പേര് സെർച്ച് ചെയ്ത് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ രണ്ട് രീതിയിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കാശ് കൊടുത്തും, മറ്റൊന്ന് അത് പെയ്ഡ് വേർഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അത് പെയ്ഡ് വേർഷൻ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിനെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിനെ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു, അതിനെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തു. എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ ഒരുക്കണമെന്നുള്ളത്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വേർഡിലോ മൈക്രോസോഫ്റ്റ് വേർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് PDF ഉണ്ടാക്കുക വളരെ ബുദ്ധിമുട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് 2010 അല്ലെങ്കിൽ 2013
മൈക്രോസോഫ്റ്റ് വേർഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമില്ല. അതിൽ തന്നെ സേവസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വേർഡ് ഫയലിനെ വളരെ ഈസി ആയിട്ട് PDF ആക്കി മാറ്റാൻ പറ്റും. ഓർത്തിരിക്കുക, 2007 2003 മൈക്രോസോഫ്റ്റ് അല്ല വേണ്ടത്. നമുക്ക് 2010 2013 2016 ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വലിയ കാശൊന്നും മുടക്കേണ്ടി വരില്ല. കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്നവരോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടുകാർ എന്ത് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ തന്നെ നമ്മൾ കളർഫുൾ ആയിട്ട് ഉണ്ടാക്കിയ വേർഡ് ഫയലിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലിമിറ്റഡ് കണ്ടന്റും നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ്, ആ ടോപ്പിക്കായിട്ട് ബന്ധമുള്ള പിക്ചേഴ്സും, അതോടൊപ്പം തന്നെ നമ്മുടെ വേർഡിൽ തന്നെ പവർ പോയിന്റിൽ ഉപയോഗിക്കുന്ന ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഹൈപ്പർ ലിങ്ക് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയുടെയും അതോടൊപ്പം തന്നെ മറ്റു പ്രസന്റേഷന്റെയും PDF-കളുടെയും എന്തൊക്കെ അഡീഷണൽ ഫയൽസ് നമ്മുടെ യൂട്യൂബിലോ നെറ്റിലോ ഗൂഗിളിലോ ഒക്കെ അവൈലബിൾ ഉണ്ടോ അതിന്റെ ലിങ്ക് നമ്മൾ ആദ്യമേ തന്നെ ഇതില് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. വേർഡിൽ അതിനെ പേസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യുമ്പോൾ PDF ആയിട്ട് സേവ് ചെയ്യുക. സോ ഞാൻ ഇന്ന് അങ്ങനെ സേവ് ചെയ്ത ഒരു ഫയലിനെ എങ്ങനെയാണ് ഫ്ലിപ്പ് ബുക്ക് ആക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതിനുവേണ്ടി ന്യൂ പ്രൊജക്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്റെ ഫയൽ ബ്രൗസ് ചെയ്യേണ്ട ഒരു ഏരിയ ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഏത് ഫയലാണോ ഫ്ലിപ്പ് ബുക്ക് ആക്കി മാറ്റേണ്ടത് അതിനെ ബ്രൗസ് ചെയ്തെടുക്കുക. അപ്പൊ ബ്രൗസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിനു ശേഷം കമ്പ്യൂട്ടറിൽ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫയലിന് ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ആദ്യത്തെ ഈ ഒരു ഫയലാണ് എനിക്ക്, ആ PDF-നെയാണ് എനിക്ക് സേവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു, ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പൊ ഈ ഒരു ഫയലിനെയാണ് എനിക്ക് ഫ്ലിപ്പ് ബുക്ക് ആക്കി മാറ്റേണ്ടത്. ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ബുക്കിന്റെ ആ PDF-ന്റെ എല്ലാ പേജും ഓൾ പേജസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഫ്ലിപ്പ് ബുക്ക് ആക്കി മാറ്റാം. അല്ല എങ്കിൽ കസ്റ്റം പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര മുതൽ ഇത്ര വരെയുള്ള പേജ് നമുക്ക് ഫ്ലിപ്പ് ബുക്ക് ആക്കി മാറ്റാം. ഞാനിപ്പോ എല്ലാ പേജും എങ്ങനെയാ ഒരു ബുക്കാക്കി മാറ്റാം, ഫ്ലിപ്പ് ബുക്ക് ആയിട്ട് ഡിജിറ്റൽ ബുക്കായിട്ട് മാറ്റാം എന്നുള്ളത് കാണിച്ചത്. അപ്പൊ ഇനി ഞാൻ ഫയലിനെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ സോഫ്റ്റ്വെയറിലേക്ക് ഓപ്പൺ ചെയ്തു. അതിന് ഇമ്പോർട്ട് നൗ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ PDF-ന്റെ ഓരോ പേജസും ഇവിടെ ഫ്ലാഷ് ഫയലുകളായിട്ട്, ഫ്ലാഷ് വീഡിയോയുടെ FWF ഫയൽസ് ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു പ്രോസസ്സ് ഫ്ലാഷ് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ വിത്തിൻ സെക്കൻഡ്സ് അത് ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചേഞ്ചസ് വരുത്താനുള്ള ഒരു വിൻഡോ ആണ് അവർ തരുന്നത്. ഈ ഒരു എഡിറ്റിംഗ് ഏരിയയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്താം. അപ്പൊ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ സ്വിച്ച് ടു മൊബൈൽ മോഡ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പേജിനെ, ഈ ഒരു ബുക്കിനെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ട് സേവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇല്ല എങ്കിൽ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ഫയലായിട്ട് ചെയ്യാം. ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കിടക്കുന്നത്, ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതോടൊപ്പം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇതിന്റെ പുറകിലുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മുടെ ഫ്ലിപ്പ് ബുക്കിനെ ഒന്ന് കാണണ്ടേ. നോക്കിയേ, കണ്ടോ, ഇത് താഴത്തെ കഴ്സറിൽ കൊണ്ടുവച്ച് വരച്ചു കഴിഞ്ഞാൽ ആ പേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും. അതിന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട് കണ്ടോ. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഓരോ പ്രസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓരോ പ്രസ് ചെയ്യണമെങ്കിലും പേജ് മറിഞ്ഞു വരും. ഇനി നമുക്ക് ഇതിനെ സൂം ചെയ്ത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി, കാഴ്ചയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കുറച്ച് വ്യക്തമായിട്ട് കാണണമെങ്കിൽ നമ്മൾ മുകളിൽ സൂം പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പേജ് സൂം ആവും. നമുക്ക് ജസ്റ്റ് വലിച്ചു വെച്ചുകൊണ്ട് തന്നെ ഓരോ പേജും സ്ക്രോൾ ചെയ്ത് കുട്ടികൾക്ക് പഠിപ്പിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കിതെന്ന് പറയുന്നത്. ഇനി എനിക്ക് ആഗ്രഹം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒത്തിരി ഇതിനകത്തുണ്ട്. പഴയ ക്ലാസിക്കൽ മോഡലുള്ളതും പുതിയ മോഡലുള്ള ഒത്തിരി ബാക്ക്ഗ്രൗണ്ട്സ് ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആ ചേഞ്ച് അവിടെ വരും. എങ്കിൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക. അപ്ലൈ ചേഞ്ചസ് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സിങ്ക് ഉണ്ടാവും. കണ്ടോ, ഇപ്പൊ പേജിന്റെ കളർ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറി കുറച്ചുകൂടെ ചേഞ്ചസ് കൊടുക്കും. ഇതിൽ നമുക്ക് ഒത്തിരി ചേഞ്ചസ് ഇനിയും വരുത്താം. അഡീഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒത്തിരി ഒന്നുമില്ല, ചെറിയ ചേഞ്ചസ്. ടൂൾ ബാറിലുള്ള കുറച്ച് ചേഞ്ചസ്, ഈ ഫ്ലിപ്പ് ബിൽഡർ എന്ന് പറയുന്ന ഒരു പേരൊക്കെ മാറ്റാം.
നമ്മുടെ തന്നെ ഒരു ലോഗോ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലോഗോ ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. പേജില് ഫോണ്ട് ചേഞ്ചസ് വരുത്താനോ സൈസിന്റെ കണ്ടന്റിന്റെ ചേഞ്ചസ് വരുത്താനോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഒരു ഫ്ലാഷ് ബുക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഈ പബ്ലിഷ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. പബ്ലിഷ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു പോപ്പ് വിൻഡോയിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് ഈ ഫ്ലാഷ് ബുക്കിൽ നമ്മുടെ ഈ വെബ് ബുക്കിനെ ഫ്ലാഷ് ഫയൽ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലാഷ് HTML ആയിട്ടോ അല്ലെങ്കിൽ HTML നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വെബ് പേജ് ആയിട്ടോ ഇതിനെ സേവ് ചെയ്യാം. അത് ആദ്യത്തെ ഓപ്ഷനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. എനിക്ക് നിങ്ങളോടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബുക്കിനെ ആപ്ലിക്കേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കമ്പ്യൂട്ടറിലും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫയൽസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിർമ്മിച്ചിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ചിലപ്പോൾ പഴയതോ അല്ലെങ്കിൽ പുതിയ വേർഷനിലേക്ക് പോകുമ്പോൾ അതിന്റെ അലൈൻമെന്റ് ഒക്കെ മാറി. പക്ഷെ ഫ്ലിപ്ബുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എക്സ്പയർ ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്തു. ഇനി എന്റെ ഫ്ലിപ്ബുക്കിന് ഒരു പേര് കൊടുക്കണം. അതോടൊപ്പം തന്നെ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു സ്ഥലം ബ്രൗസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോൾഡർ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലിപ്പ് PDF കോർപ്പറേറ്റ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫോൾഡർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പേര് കൊടുക്കുക, പേര് മാറ്റി കൊടുക്കുക, ഫയലിന് പേര് കൊടുക്കുക. ഓൾറെഡി ഞാൻ ഇത് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വേറെ പേര് കൊടുക്കുന്നു, അക്കൗണ്ടൻസി പ്രോജക്ട് എന്ന് പറയുന്ന പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് ക്യാപ്ഷൻ ഒക്കെ ചേഞ്ച് വരുത്താം. ഓട്ടോമാറ്റിക് ആയിട്ട് ഫയലിന്റെ ക്യാപ്ഷൻ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ചസ് വരുത്തുന്നില്ല. ഇനി ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളൂ, കൺവേർട്ട് പ്രസ് ചെയ്യുക. കൺവേർട്ട് പ്രസ് ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ബുക്ക് റെഡിയായി. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ബുക്ക് റെഡിയായി. ഓക്കെ, ഇനി ഇവിടെ വ്യൂ ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫോൾഡർ ഓപ്പൺ ചെയ്തുകൊണ്ടോ നോക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ വ്യൂ ബുക്ക് പ്രസ് ചെയ്യുകയാണ്. കണ്ടോ, അതൊരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് നമ്മുടെ ആന്റിവൈറസ് പോലും അതിനെ സ്കാൻ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ PDF ബുക്ക് വരും. നമുക്ക് എങ്ങനെയാണ് ആ എഡിറ്റിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ഫയൽ നമുക്ക് ഓപ്പൺ ആയി വരും എന്നുള്ളതാണ്. ഓപ്പൺ ആയി വന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫോൾഡറിൽ എവിടെയാണോ അത് സേവ് ചെയ്തിരിക്കുന്നത് അവിടെ പോയിട്ട് അതിനെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സെക്കൻഡ്സിനുള്ളിൽ അത് വരേണ്ടതാണ്. വന്നു കഴിഞ്ഞു, നമ്മുടെ ബുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞു. കണ്ടോ, അപ്പൊ ഇവിടെ ജസ്റ്റ് താഴെ ഇങ്ങനെ വരച്ചുകൊണ്ടോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടോ എവിടെയാണ് അതുകൊണ്ട് സൂമിനുള്ള ബട്ടൺ ഇവിടെ താഴെ കിടപ്പുണ്ട്. ഈ കാണുന്ന ഇത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോറി, സെർച്ച് ബട്ടണാണ് പ്രസ് ചെയ്തത്. അപ്പോൾ സൂം ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ഓരോ പേജായിട്ടും സൂം ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ട് മറക്കരുത് ചെയ്ത് ക്ലാസ്സിലേക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഈ കാണുന്ന റൗണ്ടിൽ പ്ലേ ബട്ടൺ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ ആവും. സോ നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ടൈം എത്ര സെക്കൻഡിനാണ് ഒരു പേജ് നിൽക്കേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാം. അതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ ഫ്ലിപ്പ് ചെയ്ത് പോകുന്നതാണ്. സോ ഫുൾ ഓപ്ഷൻ. അപ്പോൾ ഇത്രയും നല്ലൊരു ടൂൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക, നേരത്തെ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്കുള്ള വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബുക്ക് എഡിറ്റ് ചെയ്യുന്നത്, ഒരു PDF മാറ്റുന്നത്, അതുവരെയുള്ള ടാസ്ക് ആണ് കൂടുതൽ. അതിനുശേഷം നമ്മുടെ സോഫ്റ്റ്വെയറിൽ എടുത്തതിനെ ബുക്കായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഓട്ടോമാറ്റിക് ഓഫായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. സോ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. മാക്സിമം കൂട്ടുകാരായ ടീച്ചേഴ്സിന് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറയുക. അപ്പോൾ നിങ്ങളുടെ ഒരു സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമസ്കാരം. താങ്ക് യു സോ മച്ച്.